Good morning, students. So, it is very important topic, this SQL, Structured Query Language. So, what is actually a SQL? SQL stands for Structured Query Language and lets you access and manipulate databases. Okay. And SQL becomes standard of the American National Standard Institute, that is ANSI, in 1986, and of the International Organization for Standardization, ISO, in 1987. So we can say that SQL is a well standardized language for accessing and manipulating databases. Okay. Then what can SQL do? SQL can execute queries against database, can retrieve data from the database, and insert record in the database and into the database, and can update, delete, and create new database, create tables in the database, create stored procedures in the database, and we can create views of the databases, and we can set permission to the table, procedures, and the views. So we can do these kind of all operations with the help of SQL with the databases. Okay, then we can say that SQL is a standard, but some problem is that some SQL is a standard, but different versions of SQL is available. Okay, but our concept നിങ്ങൾക്ക് അറിയാം കാരണം SQL is a base thing and different versions of SQLs are available. So for supporting or ഈ ഒരു സ്റ്റാൻഡർഡൈസേഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള അതായത് സെലക്ട് അപ്ഡേറ്റ് ഡിലീറ്റ് ഇൻസേർട്ട് വേർ എന്ന് പറയുന്ന കുറേ കമാൻഡ്സുകൾ കോമൺ ആയിരിക്കണം ഏത് വേർഷൻസിലാണെങ്കിലും ദേ ഷുഡ് ഹാവ് ഇൻ എ കോമൺ പാറ്റേൺ. അത് നമ്മൾ പറയുന്നുണ്ട് എവിടെയാണെങ്കിലും. അപ്പം MySQL ആയിക്കോട്ടെ, ഒറാക്കിൾ ആയിക്കോട്ടെ, PostgreSQL ആയിക്കോട്ടെ, they are following this commands in a similar way. Okay. And most of the SQL database programs also have their own proprietary extensions in addition to the SQL. അപ്പോൾ SQL standard is common, but some extensions are available. ഓരോ പിന്നെ SQL database versions-ലും some extensions are available, but the same basic thing is common. Okay. Then using SQL in your website. അപ്പോൾ നമ്മൾ ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ DBMS ഡാറ്റാബേസ് പ്രോഗ്രാം അപ്പോൾ എന്തായാലും ഒരു ബാക്ക്-എൻഡ് ഉണ്ടായിരിക്കണം. ദാറ്റ് ഷുഡ് ബി any SQL version, MS Access, SQL Server, MySQL, anything. Use the server-side scripting language like PHP or ASP and use SQL to get the data you want. ബേസിക് ആയിട്ടൊരു RDBMS പ്രോഗ്രാം വേണം, അതിൽ ഒരു SQL കമാൻഡ് നമുക്ക് ഏതെങ്കിലും വേണം, പിന്നെ HTML അല്ലെങ്കിൽ CSS. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്കൊരു വെബ് പേജ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി വേണ്ടത്. അതിൽ RDBMS എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. ദാറ്റ് ഈസ് റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. Relational database management system is basics for SQL and for all modern database systems such as MS SQL Server, IBM DB2, Oracle, MySQL and Microsoft Access. ഇതെല്ലാം ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം, അതായത് ഇതൊക്കെ എന്താണ് RDBMS ആണ്. ഇതിലൊക്കെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ SQL തന്നെ വേറെ വേറെ സ്ട്രക്ചറിൽ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ കോമൺ തിങ്ങിൽ എല്ലാ കാര്യങ്ങളും, അതായത് ഇപ്പോൾ നമ്മൾ ചില കമാൻഡ്സുകളൊക്കെ കോമൺ തന്നെയായിരിക്കും. പിന്നെ ചില ചെറിയ കാര്യങ്ങളിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അതായത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഓൾട്ടർ ചെയ്യാനുള്ളതോ അങ്ങനെയുള്ള ചെറിയ ചെറിയ കമാൻഡുകളിൽ മാത്രമേ ഈ ഒരു MySQL ഒറാക്കിളോ അതുപോലെ PostgreSQL ഡിഫർ ചെയ്യുന്നുണ്ടാവുള്ളൂ. പക്ഷേ ബേസിക് തിങ്സ് SQL തന്നെയാണ്. നമുക്കൊരു ടേബിളിൻ്റെ സ്ട്രക്ചർ, ഒരു ടേബിളിൽ നിന്ന് ഡാറ്റ എടുക്കണമെങ്കിൽ സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമേഴ്സ് ഷുഡ് ബി അറ്റ് ദ ടേബിൾ ആൻഡ് ഇറ്റ് ഷുഡ് ഹാവ് സം അട്രിബ്യൂട്ട്സ് ലൈക്ക് ഫീൽഡ്. ആ ഫീൽഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതൊക്കെയാണ് കസ്റ്റമർ ID, കസ്റ്റമർ നെയിം, കോൺടാക്ട് നെയിം, അഡ്രസ്, സിറ്റി, പോസ്റ്റൽ കോഡ് ആൻഡ് കൺട്രി. സോ എന്തെങ്കിലും ആവട്ടെ, ഒരു കസ്റ്റമേഴ്സിനെ ബേസ് ചെയ്തിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ എന്ത് ചെയ്യുന്നു, ആസ് ആൻ അട്രിബ്യൂട്ട് നമ്മൾ സേവ് ചെയ്യുന്നു. അതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, വാട്ട് ഈസ് എ റെക്കോർഡ്? റെക്കോർഡ് ഇസ് എ സ്പെസിഫിക് row in the table, an individual entry that exists in the table, that is a record.
ആൻഡ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഓൾറെഡി ടേബിൾ ഉണ്ട്. അപ്പോൾ ആ ടേബിളിൻ്റെ റൺ SQL ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ടേബിളിലുള്ള ഫുൾ ഡാറ്റാസ് നമുക്ക് വിസിബിൾ ആവും. ഓക്കെ, so many records are there here, 91 records against this customer table. Okay, this is all about the introduction. Then coming to the syntax, already we know that a database is a collection of tables, so we have to know about what the tables. Okay, how can we create a table? How can we select from the table? So beware of that semicolon after every SQL statement. You should put a semicolon after every SQL statements. Then, and it is not case sensitive, so we can say this select and this select is also same effect. So അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ SQL statement should be end with a semicolon. And some of the important SQL commands are select, update, delete, insert into, create database, alter database, create table, alter table, drop table, create index, drop index. These are the different types of commands against database in SQL. Okay, then first നമുക്ക് എങ്ങനെയാണ് സെലക്ട്, പല ടൈപ്പ് ഓഫ് സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് സെലക്ട് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് നോക്കാം. ഓക്കെ, വാട്ട് ഈസ് സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ്? സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് യൂസ് ടു സെലക്ട് ഡാറ്റ ഫ്രം ദ ഡാറ്റാബേസ്. നമുക്ക് ഡാറ്റയിൽ നിന്ന് ടേബിളിൽ നിന്ന് ഡാറ്റയെ എടുക്കാൻ വേണ്ടിയിട്ട്. ബട്ട് അതിൻ്റെ സിൻടാക്സ് ശ്രദ്ധിക്കുക. സെലക്ട് column 1, column 2 from table name. If you are selecting through every whole columns from the table, you can use star here. So select star from table name will return what? If you want to select all the fields available in the table, you can following this syntax. This is select star from table name. So this is a syntax for select statement. Okay, then we have we can select this customer ID, customer name, customer contact name, address, city, postal code, and country. This is a sample database here, sample table here, that is name as customers. So I want to select the customer name and contact name, customer name and the address from the table. How can we select? Select customer name, address from what? Customers. Okay, select customer name, city from customers. So select only customer name and city. Just try it here. The selection done. Select customer name, city from customers will return a record set contains only customer name and city from the customer table. Okay, then coming to what? Then select distinct. Okay, select distinct. Select distinct statement used to return only distinct value. അതായത് റിഡൻഡൻ്റ് ആയിട്ടുള്ള വാല്യൂസ് എന്ന് വരുവാണെങ്കിൽ ഇറ്റ് വിൽ എലിമിനേറ്റ് ദറ്റ് റിഡൻഡൻ്റ് വാല്യൂ. ഫോർ എക്സാമ്പിൾ ഹിയർ വി ഹാവ് ബെർലിൻ. ഇപ്പോൾ സിറ്റീസ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ മെക്സിക്കോ ഇത് രണ്ടും സെയിം ആണല്ലേ. അതുപോലെ ലണ്ടൻ സെയിം ആയിരിക്കും. ലണ്ടൻ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ തവണയും റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുവാണ്. സെലക്ട് ഡിസ്റ്റിങ്ക്റ്റ് സിറ്റി ഫ്രം കസ്റ്റമേഴ്സ് എന്ന് കൊടുക്കുവാണെങ്കിലോ ഓൺലി വി വിൽ ഗെറ്റ് വാട്ട്? ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരൊറ്റ വാല്യൂസ് ഉണ്ടായിരിക്കില്ല, ഒക്കെ യുണീക്ക് വാല്യൂസ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ? എല്ലാം ഒരു പ്രാവശ്യം മാത്രമേ ഇതിലുണ്ടാവുള്ളൂ. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് വാട്ട്? സെലക്ട് ഡിസ്റ്റിങ്ക്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ കൊടുക്കാം? സെലക്ട് ഡിസ്റ്റിങ്ക്റ്റ് column 1, column 2 from table name. ഇങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ സെലക്ട് കൺട്രി ഫ്രം കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാം വരും. അപ്പോൾ നമുക്ക് സെലക്ട് ഡിസ്റ്റിങ്ക്റ്റ് കൺട്രി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക്
എത്ര ഇപ്പോൾ നമുക്ക് ഇവിടെ കൺട്രീസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് സിറ്റി അല്ല, കൺട്രി കൊടുത്തു നോക്കാം. കൺട്രി okay, this is the output. Okay, this is about what. ഇനി വേറൊരു മെത്തേഡാണ്, ഇവിടെ നമുക്ക് കൗണ്ടൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. സെലക്ട് കൗണ്ട് ഡിസ്റ്റിങ്ക്റ്റ് കൺട്രി ഫ്രം കസ്റ്റമേഴ്സ്. അപ്പോൾ എങ്ങനെയായിരിക്കും ഡിസ്റ്റിങ്ക്റ്റ് കൺട്രീസ് ഏതൊക്കെയാണ്, ഹൗ മെനി ഡിസ്റ്റിങ്ക്റ്റ് കൺട്രീസ് ആർ ദർ. സോ ഹൗ ടു കൗണ്ട് യൂസിങ് count function. Count function will discuss later. Okay, here in SQL we will get the output like there is 21 distinct countries there. Okay, this is about then where clause. Where clause, the where clause is used to filter records. നമുക്ക് ഒരു ഫിൽട്രേഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ we can use where clause, and where syntax is select column 1 column 2 from table name where the condition. What will be the condition? Okay, here we can select some whole rows from customers where country is equal to Mexico. എല്ലാ കോളവും സെലക്ട് ചെയ്യണം. സോ നമുക്ക് മെക്സിക്കോ മാത്രമുള്ള കൺട്രി മെക്സിക്കോ ആയിട്ടുള്ള ടേബിൾ മാത്രം കിട്ടിയാൽ മതി. ഹിയർ ഇസ് ദ ഔട്ട്പുട്ട്. സോ കൺട്രി ഈസ് ഈക്വൽ ടു മെക്സിക്കോ ആയിട്ടുള്ള ആൾക്കാരുടെ ഡീറ്റെയിൽസ് മാത്രമേ നമുക്ക് വേണ്ടുള്ളൂ. ഓക്കെ, ക്ലിയർ. നമുക്ക് കോണ്ടാക്റ്റ് അല്ലെങ്കിൽ അവരുടെ കോണ്ടാക്ട് നെയിം മാത്രം മതിയെങ്കിൽ നമുക്കിങ്ങനെ സ്പെസിഫൈ ചെയ്യാം. കോണ്ടാക്ട് നെയിം from customers where country is equal to Mexico. This is the output. Okay, ഇനി ടെക്സ്റ്റ് ഫീൽഡ്സും ന്യൂമറിക് ഫീൽഡ്സും വരുമ്പം നമുക്ക് ഇവിടെ ഐ ഡി ആണെങ്കിൽ നമുക്ക് 1 കൊടുത്താൽ മതി. അപ്പോൾ മെക്സിക്കോ കൊടുത്താണ്ടോ. ഇഫ് ഇറ്റ് ഇസ് എ സ്ട്രിങ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ വാല്യൂസ് ആണെങ്കിൽ ഷുഡ് ബി ഇൻ സിംഗിൾ കോട്ട്. അതർവൈസ് ഇഫ് ഇറ്റ് ഇസ് എ ന്യൂമറിക് വാല്യൂ യു ക്യാൻ use we not to be enclosed in the quotes. So numeric value fields ആണെങ്കിൽ should not be enclosed in quotes, otherwise we have to enclosed in a single quotes. Okay, അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് ഓപ്പറേറ്റേഴ്സ് പഠിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് വാല്യൂസ് ഇപ്പോൾ നമുക്ക് ഒരു സാലറി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സാലറി 10,000 മേലെയുള്ള ആൾക്കാർ, കുറഞ്ഞിട്ടുള്ള ആൾക്കാർ, അങ്ങനെ പല രീതിയിലുള്ള ഫിൽട്രേഷൻ നമുക്ക് വേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഒരുപാട് ഓപ്പറേഷൻസ് യൂസ് ചെയ്യാം. സം ഈക്വൽ ടു, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു. അപ്പോൾ ഇതെല്ലാം നമുക്ക് ജസ്റ്റ് ചെയ്ത് നോക്കാം. ഈക്വൽ ടു ആണെങ്കിൽ നമ്മൾ ഓൾറെഡി ചെയ്തു. സെലക്ട് സ്റ്റാർട്ട് ഫ്രം പ്രൊഡക്ട്സ് വെയർ പ്രൈസ് ഇസ് ഈക്വൽ ടു 18. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ടേബിളിൻ്റെ അകത്ത് നിന്ന് പ്രൈസ് 18 ആയിട്ടുള്ളത് മാത്രം നമ്മൾ ചൂസ് ചെയ്തു. അപ്പം പ്രൈസ് ഗ്രേറ്റർ ദാൻ 18 ഉള്ള ഏതെങ്കിലും ഉണ്ടോ നോക്കാം. ഗ്രേറ്റർ ദാൻ 18 ഉള്ളത് നമുക്ക് കിട്ടി. ഇഫ് ഇറ്റ് ഇസ് ലെസ് ദാൻ 18, ലെസ് ദാൻ 18, ദിസ് ഇസ് ദ ലെസ് ദാൻ 18 ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ. ദെൻ നോട്ട് ഈക്വൽ ടു 18 എങ്ങനെ കൊടുക്കാം? നോട്ട് ഈക്വൽ ടു 18 അല്ലാത്തതെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, പിന്നെന്താ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ഇനി നമുക്ക് ബിറ്റ്വീൻ ഒന്ന് നോക്കാം. ബിറ്റ്വീൻ ഓപ്പറേറ്റർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ സെലക്ട് സ്റ്റാർട്ട് ഫ്രം പ്രൊഡക്ട്സ് വെയർ പ്രൈസ് ബിറ്റ്വീൻ 15 and 60. 50-നും 60-നും ഇടയ്ക്കുള്ള, അങ്ങനെ നമ്മൾ ഇടയ്ക്കുള്ള വാല്യൂസിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ബിറ്റ്വീൻ. അവിടെ നമ്മൾ ആൻഡ് ഓപ്പറേറ്ററും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 50-നും 60-നും ഇടയ്ക്കുള്ളത്. ഓക്കെ, ദിസ് ഇസ് ബിറ്റ്വീൻ ഓപ്പറേറ്റർ. അപ്പോൾ ബിറ്റ്വീൻ ഓപ്പറേറ്റർ വേണമെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. Between operator selects values within the given range. Values can be numbers, text or dates. അപ്പോൾ നമുക്ക് ഇന്ന ഡേറ്റിനുള്ള ജോയിൻ ചെയ്ത ആൾക്കാരുടെ ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ ഇന്ന ഡേറ്റിനുള്ളിൽ ഇന്ന ഡേറ്റിൽ രജിസ്റ്റർ ചെയ്ത ആൾക്കാരുടെ ഡീറ്റെയിൽസ്, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം,
ഇത് വെച്ചിട്ട് എടുക്കാം. സോ ആൻഡ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെരി ഇമ്പോർട്ടൻറ്റ്, ഓപ്പറേറ്റേഴ്സ് ഇൻക്ലൂസീവ് ബിഗിൻ ആൻഡ് എൻഡ് വാല്യൂസ് ആർ ഇൻക്ലൂഡഡ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ 50 ആയിട്ടുള്ളതും കിട്ടും, 60 ആയിട്ടുള്ളതും നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിവിടെ 53 കൊടുത്തു വിചാരിക്കാം. 53ക്കും 60ക്കും ഇടയ്ക്കുള്ളത് കൊടുത്തു കഴിഞ്ഞാലും 53 നമുക്ക് കിട്ടും. ബിക്കോസ് ഈ 53യും കൂടെ കൺസിഡർ ചെയ്യും, 60യും കൺസിഡർ ചെയ്യും. ഓക്കെ, ദിസ് ഇസ് ബോട്ട് ബിറ്റ്വീൻ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ സിൻടാക്സ് നോട്ട് ചെയ്യണം. സെലക്ട്, നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുള്ള സ്ലൈഡിൽ ഇതിൻ്റെ നോട്ട്സ് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് നോക്കിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് യു ക്യാൻ യൂസ് W3 സ്കൂൾ സൈറ്റ് ഡയറക്റ്റ്ലി. സെലക്ട് കോളം നെയിംസ്, കോളം നെയിംസ് വേണമെങ്കിൽ കൊടുക്കുക. ഫ്രം ദ ടേബിൾ നെയിം വേർ കോളം നെയിം, ഏത് കോളം നെയിം ആണോ ദറ്റ് ബിറ്റ്വീൻ ലൈസ് ബിറ്റ്വീൻ വാല്യൂ 1 ആൻഡ് വാല്യൂ 2. അപ്പോൾ ആൻഡ് എന്ന് പറയുന്നത് അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമ്മൾ ചെയ്തതാണ്. ഒന്നും കൂടെ നോക്കാൻ വേണമെങ്കിൽ ഇപ്പോൾ 20ക്കും 80ക്കും ഇടയ്ക്കുള്ളത്. ഇപ്പോൾ 20 ഈസ് ഇൻക്ലൂഡഡ്. ഓക്കെ, 10 is also included. Okay, 10 കിട്ടിയിട്ടുണ്ട്, 20 കിട്ടിയിട്ടുണ്ട്.